പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നാട്ടിൽ വന്നു കഴിഞ്ഞൊരു പുതിയ വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. ടീച്ചേഴ്സ് ഡേ പ്രമാണിച്ച് സെപ്റ്റംബർ 5 ബന്ധപ്പെട്ട അധ്യാപക ദിനത്തോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഞങ്ങൾ കൊട്ടാരക്കര ജൂബിലി മന്ദിരം, അതുപോലെ തന്നെ ഊർശലെ അരമന ഇവിടേക്ക് പോകാനായിട്ടുള്ള ഒരു ടൂർ പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര എത്തി. രാവിലെ 8 മണിയോടുകൂടി കൊട്ടാരക്കര എത്തി. ജൂബിലി മന്ദിരത്തിൽ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തീത്തൂസ് തിരുമേനിയുമായിട്ടുള്ള ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു അല്പസമയം കുറച്ച് സമയം തിരുമേനിയുമായിട്ടുള്ള ഒരു സംസാരമുണ്ടായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞിട്ടാണ് ഇത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കൂടി ഏകദേശം ഒരു 42 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വലിയൊരു AC ബസ്സാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും റിട്ടയർഡ് ടീച്ചേഴ്സായിരുന്നു കൂടുതലും. ഇതിൽ മാനേജറുണ്ടായിരുന്നു, പഴയ പ്രിൻസിപ്പലുണ്ടായിരുന്നു, പഴയ മാനേജേഴ്സ് ഉണ്ടായിരുന്നു, പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഉണ്ടായിരുന്നു. അപ്പം തിരുമേനിയുമായിട്ടുള്ള ഒരു ടോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജൂബിലി മന്ദിരത്തിലേക്ക് വീണ്ടും അവിടേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് മെയിൻ ടോക്ക് നടക്കുന്നത്. ഇത് നമ്മുടെ ഇത് ഊർശലേം അരമനയുടെ ചില ഭാഗങ്ങളാണ്. നമ്മൾ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലേക്കാണ് ഇനിയും പോകുന്നത്. അവിടാണ് ഇന്നൊരു ദിവസം ചിലവഴിക്കുന്നത്. അവിടെ വെച്ച് നമുക്കൊരു ക്ലാസ്സും ഇന്ന് ഫുൾ ഡേ അവിടെ വെച്ച് പരിപാടിയുണ്ട്. ഈ ബസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഇതിലാണ് നമ്മൾ കൊട്ടാരക്കരയ്ക്ക് പോയത്. തിരുവല്ലയിൽ നിന്നാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്. 42 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നല്ല സുഖകരമായൊരു കാലാവസ്ഥയായിരുന്നു. വലിയ മഴയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സമയത്ത് അവരവരുടെ പോയിന്റിൽ നിന്ന് കയറാൻ പറ്റി. ഇതാണ് ഊർശലേം അരമന. ഇവിടെയാണ് തീത്തൂസ് തിരുമേനി താമസിക്കുന്നത്. ഊർശലേം അരമന. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് ക്രമീകരിച്ചിരുന്നത്. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം തിരുമേനിയോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് സന്തോഷകരമായിട്ട് എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. ഇതാണ് നമ്മുടെ പുതിയ മാനേജർ. ഊർശലെ അരമന ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കണ്ടത്. ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. മൊത്തമ സഭയിലെ ടീച്ചേഴ്സാണ് എല്ലാവരും. നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ ടീച്ചേഴ്സ് കൂടുതലും റിട്ടയർഡ് ടീച്ചേഴ്സായിരുന്നു. തിരുമേനി താമസിക്കുന്നതായിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. ഇവിടെ കോമൺ മീറ്റിങ്ങൊക്കെ നടക്കാറുണ്ട്. ഇത് തിരുമേനിയുടെ താമസ സ്ഥലത്തിൻ്റെ മുൻപിലുള്ളതായിട്ടുള്ള ഗാർഡനൊക്കെയാണ്. ഇതിലാണ് തിരുമേനി താമസിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ, നല്ലൊരു ആംബിയൻസാണ്. ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട്, നല്ല പൂന്തോട്ടമുണ്ട്. പിന്നെ കാലാവസ്ഥയും നല്ലതായിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തണുത്ത പ്രഭാതം. സൂര്യനെ കാണാനില്ല, കാരണം മഴ പെയ്ത് കഴിഞ്ഞിരുന്നത് കൊണ്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് തിരുമേനിയുടെ അരമനയിലേക്കുള്ള എൻട്രൻസ്. ഒത്തിരി ഭംഗിയായിട്ട് അത് അലങ്കരിച്ച് അത് സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അവിടെയാണ് തിരുമേനി താമസിക്കുന്നത്, തീത്തൂസ് തിരുമേനി താമസിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങൾ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വന്നു. അവിടെ വെച്ചാണ് ഞങ്ങളുടെ ക്ലാസ് നടക്കുന്നത്. പഴയ മാനേജേഴ്സുണ്ട്. ഇതാണ് ഞങ്ങളുടെ AV ജോസ് സാറ്, കോർഡിനേറ്റർ, ഇതിൻ്റെ പ്രധാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. പിന്നെ ബി ഹാപ്പിനെസ് പ്രോഗ്രാമായിരുന്നു മർത്തോമ സ്കൂൾസ് ടീച്ചേഴ്സ് ഫെലോഷിപ്പിൻ്റെ. ഇത് മാനേജറാണ്. ഇത് ഫിലിപ്പ് സാറ് നമ്മുടെ പഴയ മാനേജറാണ്. തീത്തൂസ് തിരുമേനിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ പല പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. ഇതിൽ തിരുമേനിയുടെ
നമ്മൾ പ്രധാനമായിട്ടുള്ള ടോക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ദേശത്തെ എയ്ഡഡ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് നമുക്ക് ഇവിടെ ഉണ്ട്. കുട്ടികൾ കൂടുതലാണ്. പൊന്നാനിയിൽ നമുക്കൊരു കൊച്ചു സ്കൂളുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ 4ാം ക്ലാസ് വരെ ഉള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ ആംബുലേഷൻ എത്തി. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് സാധിക്കും? എന്തുകൊണ്ട് ചിലയിടത്ത് ഡിവിഷൻ ഫോൾ ഇങ്ങനെ വർദ്ധിക്കുന്നു? ഈ കാര്യങ്ങളും നമുക്ക് പിന്നീട് ക്രിട്ടിക്കൽ ലുക്ക്. അപ്പൊ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു സന്തോഷം തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ. ദാറ്റ് ഈസ് ജോയ് ഓഫ് ലൈഫ്. കാരണം ഈ ബീയിങ്ങുമായി ബന്ധപ്പെട്ടപ്പോൾ മാത്രമേ നമുക്ക് എല്ലാത്തും സന്തോഷിക്കാനായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്, മലയാള മനോരമയിൽ ടോക്ക് കേട്ടിട്ട് മണിക്കൂറുകൾ അപ്പോൾ സുഖം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. സമാധാനം എന്ന് പറഞ്ഞാൽ സമ്യക്കായതിനോട് ആധാനം ചെയ്യുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. സമ്യക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് പൂർണ്ണമായ ചിന്ത എന്താണോ, പൂർണ്ണമായത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ, അതിനോട് മനസ്സ് ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം. അല്ലാതെ പുറത്ത് കിട്ടുന്ന ഒരു സാധനമല്ല. അത് ഉള്ളിൽ നിന്ന് നമ്മൾ ജനിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ ചില ക്രിയകൾ കൊണ്ട് നമ്മൾ ജനിപ്പിച്ചെടുക്കുന്ന സാധനമാണ് സമാധാനം എന്ന് പറയുന്നത്. അത് പുറത്ത് തേടി അറിയേണ്ട കാര്യമല്ല. ഹിന്ദിയിലെ നല്ല ശ്ലോകമുണ്ട്, കസ്തൂരി മൃഗ അവന്റെ നാഭിയിലുള്ള കസ്തൂരി തേടി. ഈ ടോക്കിന് ശേഷം എല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ, അവിയലും എല്ലാം കൂട്ടിയുള്ള നല്ല ഒന്നാം തരം ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അവിടുത്തെ അച്ഛൻ കെട്ടിടങ്ങളെപ്പറ്റിയും അവിടെ നടക്കുന്ന ആ സ്ഥാപനത്തെപ്പറ്റിയും അവിടെ നടക്കുന്ന പ്രവർത്തനത്തെപ്പറ്റിയും അവിടുത്തെ പാലിയേറ്റീവ് കെയറിനെ പറ്റിയും എല്ലാം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി വട്ടത്തിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് അത് ശ്രവിച്ചു. ഇതതിൻ്റെ ചാപ്പലാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ചാപ്പലാണത്. കോമൺ പള്ളിയല്ല. ഇതിനകത്താണ് പാലിയേറ്റീവ് കെയർ. ഞങ്ങളവിടെ താമസിക്കുന്നതായിട്ടുള്ള അവിടുത്തെ അന്തേവാസികളെ കാണാനായിട്ട് അകത്ത് കയറി. രോഗികളായിട്ടുള്ളവരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരവിടെ താമസിക്കുന്നതായിട്ടുണ്ട്. അവരെയെല്ലാം കയറി കണ്ടു. അവരോടെല്ലാം അന്ന് സന്തോഷം അറിയിച്ചു. അങ്ങനെ നല്ലൊരു ഉച്ച സമയമായി. ഊണെല്ലാം കഴിഞ്ഞതിൻ്റെ ആലസ്യത്തിൽ എല്ലാവരും ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം ഇതിലേക്ക് പകർത്തുകയാണ്, എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. സൂസമ്മ ടീച്ചറൊക്കെ ഒത്തിരി സന്തോഷത്തോടു കൂടി കണ്ടില്ലേ, ഈ ടീച്ചറാണെങ്കിലും നോക്കിക്കേ. അങ്ങനെ എല്ലാവരും അവിടെ ചുറ്റി നടന്ന് കാണുകയാണ്. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബാഗ് സമ്മാനമായിട്ട് കിട്ടി. ഇതാണ് സജി സാറ് കോർഡിനേറ്റർ, നമ്മുടെ ജോർജ് സാറുണ്ട്, ഇവരെല്ലാം കോർഡിനേറ്റേഴ്സ്. പിന്നെ മരച്ചോട്ടിൽ ഓരോരുത്തർ തണലത്തിരുന്ന് ഉച്ചമയക്കത്തിൻ്റെ ആലസ്യത്തിലാണ് നമ്മളിനി അടുത്തതായിട്ട് ഒരു 1 ഡേ ട്രിപ്പായിരുന്നു ഇത് ക്രമീകരിച്ചിരുന്നത്. ഇത് നമ്മളിനി അടുത്തത് ജഡായു പാറയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അച്ഛനുമായിട്ട് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നു, ചിലർ വീഡിയോസ് എടുക്കുന്നു. അങ്ങനെ ഇവിടെ എല്ലായിടും ചുറ്റി നടന്ന് കാണുകയാണ് എല്ലാവരും. ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസാണ് ഇത്. അവിടെ അച്ഛൻ താമസിക്കുന്ന വീടിൻ്റെ വാതിലാണ്. ഞങ്ങൾ അവിടെയൊക്കെ ഒത്തിരി മനോഹരമായിട്ട് പൂക്കളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ജഡായു പാറയിലേക്ക് ഈ ബസ്സിന് തന്നെ നേരെ തിരിച്ചു വന്നു. അവിടെ കയറി ചെല്ലുമ്പോൾ ക്യൂ നിൽക്കണം. അപ്പോൾ നിൽക്കുന്ന ടി വിയിലെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇതാണ് ജഡായു പാറ എന്ന് പറയുന്നത്. നമുക്ക് വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ എല്ലാം ടെലിവിഷൻ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെയുള്ള കാഴ്ചകളാണ് ഞാൻ ഈ പകർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ജഡായു പാറയിലേക്ക് കയറാനായിട്ട് കണ്ടില്ലേ, എല്ലാവരും പോകാൻ തയ്യാറെടുത്ത് ക്യൂ ഒക്കെ നിൽക്കുകയാണ്. ഈ ഒരു വാഹനം, ഈ കാർ പോലത്തെ ഒരു സാധനത്തിലാണ് നമ്മളിതിലേക്ക് കൺവെയർ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ഇതിൽ കയറിയാണ് നമ്മൾ ജഡായു പാറയിലേക്ക് എത്തുന്നത്.
നിർത്തുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ചാടി കയറണം. ഒരു വണ്ടിയിൽ ഏകദേശം 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഇതാണ് മലയുടെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള, നമ്മളെ കയറ്റിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള വാഹനം. ഭയങ്കര മനോഹരതയാണിത്, മനോഹരമാണ് ഇത് കാണാനായിട്ട്. അവിടുത്തെ പ്രകൃതി രമണീയത ഒത്തിരി അട്രാക്റ്റീവാണ്. ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയെ കയറിയതാണ്. സാറുമാരെല്ലാവരും അതിലിരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഓരോ കഥകളുമൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുകയാണ്. ഈ എന്തുവാ പറയുന്നത്, ഈ ചങ്ങല പോലുള്ള സാധനം വലിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ചിലർക്ക് ഇതേ കയറിയിട്ട് പേടി വന്നിട്ട് കുനിഞ്ഞിരുന്ന് കളഞ്ഞു. എന്നാലും ഞങ്ങളതിൽ കയറിയവർക്കാർക്കും പേടിയൊന്നും തോന്നിയില്ല. 4 എണ്ണം ഒന്നിച്ചുള്ള ഒരു വാഹനമാണ്. ഇത് വലിച്ചുകൊണ്ട് പോകുന്നത് കൺവേറിൽ കൂടാണ് പോകുന്നത്. അങ്ങനെ ഇതിനിടയ്ക്ക് താഴോട്ട് നോക്കിയാൽ ഒത്തിരി മനോഹരമായ ദൃശ്യമാണ് കാണാവുന്നത്. ഇതിനിടയ്ക്ക് ഒരിടത്തൊരു ഹെലിപ്പാഡുണ്ട്, അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതിലിരുന്നുകൊണ്ട് താഴോട്ട് നോക്കിയാൽ കാണുന്നത്. ഇതാണ് ജടായുപ്പാറ എന്ന് പറയുന്നത്. ഞങ്ങളതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ചുറ്റും നടന്ന് ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നു, പലതരത്തിലുള്ള കാഴ്ചകൾ. ഇതതിൻ്റെ ആ ഒരു ഐതിഹ്യം, കഥ ഇതിൽ എഴുതി വച്ചിരിക്കുകയാണ്. ശ്രീരാമൻ്റെ സീതയുടെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഈ പക്ഷി വന്ന് അതിനെ രക്ഷിച്ചതും അങ്ങനെ ഉള്ള ഒരു കഥയാണ്. പിന്നെ പല കോർണറിൽ നിന്ന് ഓരോരുത്തരും പലതരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു, 42 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പലയിടത്തു നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു ആംബിയൻസാണ് കാണുന്നത്. ഇത് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലമാണ്. അതങ്ങനെ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ കാൽപാദമാണ് അവിടെ കാണുന്നത്. ഇത് ജടായു പാറയുടെ മുന്നേ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന ഫോട്ടോ ആണ്. വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്താണ് എല്ലാവരും അവിടെ ചുറ്റി നടന്ന് കണ്ടത്. പല സൈഡിൽ നിന്നുള്ള ഫോട്ടോസുണ്ട് ഇതിൽ. ഈ ജടായുവിൻ്റെ കണ്ണ് ഒത്തിരി അട്രാക്റ്റീവാണ്. അവിടെ പണി നടക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഞങ്ങൾക്ക് കടന്ന് ആ കണ്ണിൽ കൂടെ പുറത്തേക്ക് ഉള്ള കാഴ്ച അതും കൂടെ പകർത്താമായിരുന്നു. ഏതായാലും വളരെയധികം മനോഹരമായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.